ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജയയെ പിന്തുടർന്നു പോകുന്ന പാറുവിനെയാണ്. അതേസമയം വിശാലും പാറുവിനെ തേടി കാട്ടിലൂടെ നടക്കുകയാണ്. ഇനി എന്താണെങ്കിലും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ വെടിവെക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരു മരത്തിന്റെ അടുത്ത് നിന്ന് പാറുവിനെ വെടിവെക്കാൻ നോക്കുമ്പോൾ കാല് തെന്നി ഒരു കുഴിയിലേക്ക് വീഴുകയാണ് ജാസ്മിൻ. അതിൽ നിന്നും രക്ഷപ്പെടാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാസ്മിനെ കൊണ്ട് അതിനാകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജയ പാറുവിനെയും കൊണ്ട് പാറു ദിവ്യദൃഷ്ടിയിൽ കണ്ടതുപോലെ തന്നെ ഒരു പാമ്പിൻ പുറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് കാണുന്ന പാറുവിന് തന്റെ ദിവ്യദൃഷ്ടിയുടെ കാര്യമെല്ലാം ഓർമ്മ വരുന്നു. എന്തിനാ ജയെ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ ജയ പറയുകയാണ്, നിന്റെ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നിനക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെ വെച്ച ഗായത്രിയമ്മ മരണപ്പെട്ടത്. ഗായത്രിയമ്മയുടെ ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഗായത്രിയമ്മ എങ്ങനെയാ മരിച്ചത്, ആരാ കൊന്നത് എന്നൊക്കെ പാറു ചോദിക്കുമ്പോൾ അതെല്ലാം നീ അറിയാൻ സമയമായിക്കൊണ്ടിരിക്കുന്നെന്നും അതിന് ഓരോരോ വഴികളായി നീ തന്നെ കണ്ടുപിടിക്കണമെന്നും ജയ പറയുന്നു. നീ ഈ പാമ്പിൻ പുറ്റിന്റെ അകത്തേക്ക് കൈയിടണം. ആദ്യത്തെ രഹസ്യത്തിന്റെ ചുരുളഴിയാൻ പോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അത് പിന്നെ ജയെ ഞാൻ എങ്ങനെ ഇതിൽ കൈയിടാനാ? അതേസമയം അതിന്റെ ഉള്ളിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് വരികയാണ്. സർപ്പത്തെ കണ്ടുവിടാൻ ഭയന്ന് പുറകിലേക്ക് മാറി നിൽക്കുകയാണ് പാറു. ജയെ നീ കണ്ടില്ല സർപ്പത്തിനെ, എന്നിട്ടാണോ നീ എന്നോട് അതിന്റെ അകത്തേക്ക് കൈയിടാൻ പറഞ്ഞത്? അതിന്റെ അകത്തേക്ക് കൈയിടാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല, എനിക്ക് പേടിയാ. പാർവതി, നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് വിധിയാണ്. നീ ഇത് ചെയ്യുക തന്നെ വേണം. ഈ കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടം വരെ നിന്റെ ഉദയനൂരമ്മ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ ജയ പറയുമ്പോഴും പേടിയോടെ നിൽക്കുകയാണ് പാറു. അത് പിന്നെ വിശാൽ സാറ്, വിശാലിന്റെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. നിന്നെ തേടി നിന്റെ ഭർത്താവ് ഇവിടെ തന്നെ വരിക തന്നെ ചെയ്യും. എന്നാലും ജയെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പാറു ജയയെ നോക്കുമ്പോൾ ജയയുടെ ആത്മാവ് ഇതിനോടകം തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ്. ശക്തമായ കാറ്റ് വീശുകയാണ്. പ്രഭാവതിയും പ്രതാപനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നു. ആരെങ്കിലും പോയാൽ ജനലും കതകുമെല്ലാം അടച്ചിടാൻ അച്ചമ്മ പറയുമ്പോൾ പ്രതാപൻ കഥ കടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് കാരണം കഥ കടയ്ക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ഗായത്രിയുടെ ഫോട്ടോ താഴേക്ക് വീഴാൻ പോകുമ്പോൾ ഗാർഗിയും രാധികയും ചേർന്ന് ആ ഫോട്ടോ താങ്ങി പിടിക്കുകയാണ്. ഫോട്ടോയ്ക്ക് മുന്നിലെ വിളക്കും തട്ടവും താഴേക്ക് വീഴുന്നു. അതേസമയം ഫോട്ടോയിൽ അണിയിച്ചിരുന്ന പൂമാല പറന്നു ചെന്ന് പ്രഭാവതിയുടെ കഴുത്തിലേക്ക് വീഴുകയാണ്. അത് കണ്ട് പേടിയോടെ ആ മാലയിലേക്ക് നോക്കുകയാണ് പ്രഭാവതി ആ മാല തട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും പ്രഭാവതിയെ കൊണ്ട് അതിനാകുന്നില്ല. തുടർന്ന് പ്രഭാവതി അതെങ്ങനെയൊക്കെയോ ഊരി മാറ്റിയിട്ട് അച്ചമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ അമ്മ എന്ന് വീണ്ടും പ്രഭാവതി ചോദിക്കുമ്പോൾ പേടിയോടെ പ്രഭാവതിയെ നോക്കുകയാണ് അച്ചമ്മ. തുടർന്ന് പ്രഭാവതിയും പ്രതാപനും കൂടി മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാടാണ്. ജാസ്മിൻ ആ കുഴിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഒരു ആദിവാസി അങ്ങോട്ടേക്ക് വന്നിട്ട് ജാസ്മിനോട് പറയുകയാണ്, നീ ഇതിന്റെ അകത്ത് പെട്ടല്ലേ, നിനക്കിനി ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല, നീ കണ്ടോ എന്ന് പറഞ്ഞ് ജാസ്മിന്റെ ചുറ്റും അയാള് ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം അയാളും അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ പേടിയോടെ ആ കുഴിയിൽ നിൽക്കുകയാണ് ജാസ്മിൻ. അതേസമയം അതിലെ വിശാല് വരുമ്പോ വിശാല തന്നെ കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറഞ്ഞിരിക്കുന്നു ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. ആ പാമ്പിൻ പുറ്റിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. രഹസ്യങ്ങളുടെ താക്കോല് ഇതിന്റെ ഉള്ളിലാണെന്നാ ജയയുടെ ആത്മാവ് പറഞ്ഞത്. ജയ പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ കൈയിടാതെ എനിക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ അതിന് തടസ്സമായി നീ ഇങ്ങനെ നിന്നാൽ എന്തു ചെയ്യുമെന്ന് എനിക്കും അറിയില്ല. എന്നെങ്കിൽ നീ മാറിത്തന്ന് എനിക്ക് അതിന്റെ അകത്ത് കൈയിടാൻ അവസരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ നീ തന്നെ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് കാട്ടിത്തരണമെന്നും പാറു ആ സർപ്പത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.